ജീവിതത്തിൽ ക്രിസ്തുവിനെ നോക്കി ഓടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ പെരുന്നാൾ ഒരു തിരിച്ചറിവിൻ്റെതാകണം. ഈ പെരുന്നാൾ ഒരു തിരുത്തലിൻ്റെതാകണം. ഈ പെരുന്നാൾ ഒരു തിരിച്ചുവരവിൻ്റെതാകണം. ഈ പെരുന്നാൾ ഒരു രൂപാന്തരത്തിൻ്റെതാകണം. ഈ പെരുന്നാൾ ഒരു മാനസാന്തരത്തിൻ്റെതാകണം. ഈ പെരുന്നാൾ ഒരു നവോത്ഥാനത്തിൻ്റെതാകണം. ഈ പെരുന്നാൾ ഒരു മാറ്റത്തിൻ്റെതാകണം. ഈ പെരുന്നാൾ ഒരു ഉയർച്ചയുടെ പെരുന്നാളാകണം. ദേശമെങ്ങും സഹദായുടെ പെരുന്നാൾ ഭക്തി നിർഭരമായി ആചരിക്കുമ്പോൾ ഈ നാളുകളിൽ സഭയ്ക്കത് ഉയർച്ചയ്ക്ക് കാരണമാകണം. സഭയുടെ കഷ്ടതയും സഭയുടെ കണ്ണുനീരും മാറ്റപ്പെടണം. ജനലക്ഷങ്ങൾ വിശ്വാസികൾ ഈ സഭയെ ആശയോടെ ആഗ്രഹത്തോടെ നോക്കി നിൽക്കുമ്പോൾ കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും നടുവിൽ, പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ ദുഃഖിതരായി നിൽക്കുന്ന ജനതയ്ക്ക് മുൻപിൽ വലിയ അത്ഭുതത്തിന്റെ നാളുകൾ ഈ നാളുകളിൽ ഈ സഭയിൽ നടക്കണം. അതിന് സഹദായുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായി തീരണം. കടന്നു വരുന്ന വിശ്വാസികൾ നമ്മുടെ വ്യക്തികളെ, കുടുംബങ്ങളെ മാത്രമല്ല, നമ്മുടെ പള്ളികളെയും നമ്മുടെ ദേറാകളെയും നമ്മുടെ പിതാക്കന്മാരെയും സഭയെ മുഴുവനായി ദൈവസന്നിധിയിൽ ഈ നാളുകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ക്രിസ്തുവിനെ നോക്കി ഓടണം.